गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. എല്ലാവർക്കും ചിത്രാ പൗർണമിയുടെ വിശേഷമായ ആശംസകൾ നേരുന്നു. നമ്മളൊന്ന് ശ്രീനാരായണ ധർമ്മം അതിൻ്റെ പഠന ക്ലാസ്സാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 7ഓളം അധ്യായങ്ങളെ കുറിച്ച് മനനം ചെയ്തു. 8ാമത്തെ അധ്യായമായ പഞ്ചമഹായജ്ഞത്തെ കുറിച്ചാണ് നമ്മുടെ വിചാരം ആരംഭിച്ചത്. ഈ അധ്യായത്തിന് ആമുഖമായിട്ട് യജ്ഞസംസ്കാരത്തെയും യജ്ഞത്തെയും കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതം യജ്ഞഭാവത്തോടു കൂടി ചെയ്യണമെന്നുള്ളത് എല്ലാ ഋഷിമാരും ഒരേപോലെ നിർദ്ദേശിച്ച കാര്യമാണ്. നമ്മൾ ഏതൊരു ഋഷിയുടെ ഏതൊരു ഗ്രന്ഥം ഏതൊരു ഉപദേശങ്ങൾ മനനം ചെയ്തു കഴിഞ്ഞാലും അവയിലെല്ലാം തന്നെ മനുഷ്യന്റെ ജീവിതം യജ്ഞഭാവത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യജ്ഞം എന്ന വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിൻ്റെ ഒരു അർത്ഥമായി നിർവചനമായി വരേണ്ടുന്ന ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ ദേവാൻ ഭാവയതാനേന എന്ന ശ്ലോകം. ആ ശ്ലോകം നമ്മളത് ഹൃദിസ്ഥമാക്കണം, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ ശ്ലോകത്തില് യജ്ഞം എന്ന പദത്തിന്റെ ഏറ്റവും ഗംഭീരമായ അർത്ഥം കാണാൻ സാധിക്കും. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. ഇതാണ് ആ ശ്ലോകം. ഈ ശ്ലോകം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പരസ്പരം ഭാവയന്ത എന്നുള്ള വാക്കാണ് ഏറ്റവും പ്രധാനമായത്. എന്താണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം? ദേവാൻ ഭാവയതാനേന തേ ദേവ ഭാവയന്തു വഹ. നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിക്കുവിൻ, ദേവന്മാർ നിങ്ങളെ പോഷിപ്പിക്കും. ഇങ്ങനെയുള്ള ഈ പരസ്പര സഹകരണത്തിലൂടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേയസ്സിലേക്ക് നിങ്ങൾ പോയാലും എന്ന് പറയുന്നു. അപ്പൊ ജീവിതത്തിൽ നമുക്ക് വലിയ വിജയം, ശ്രേയസ്, അനുഗ്രഹം, ഐശ്വര്യം എല്ലാം വരണമെങ്കിൽ നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദേവന്മാരെ പോഷിപ്പിക്കാതെ അവർക്ക് പങ്കു കൊടുക്കാതെ നാം ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് ഫലപ്രാപ്തിയിൽ എത്തില്ല എന്ന് ഗുരു തന്നെ മുന്നോട്ട് പറയുന്നുണ്ട്. 2 ശ്ലോകം കഴിഞ്ഞാൽ ഗുരു ആ വിഷയത്തെ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ ദേവന്മാരെ നാം എന്തിനാണ് പോഷിപ്പിക്കേണ്ടത്? അപ്പൊ നമ്മുടെ ഇന്നത്തെ ജീവിതത്തില് നാം വിവിധങ്ങളായ ഭോഗങ്ങളെ അനുഭവിക്കുന്നു, വിവിധങ്ങളായ ജീവിത അനുഭവങ്ങളെ അനുഭവിക്കുന്നു. ആ അനുഭവങ്ങളെല്ലാം നമ്മൾ കരുതുന്നു നമ്മൾ സമ്പാദിച്ചവയാണെന്ന് കരുതുന്നു. എനിക്ക് വലിയൊരു വീടുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, ബന്ധുജനങ്ങളുണ്ട്, സമ്പത്തുണ്ട്, വാഹനമുണ്ട്, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാം തന്നെ നമ്മുടെ കഴിവുകൊണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ട് നാം സമ്പാദിച്ചതാണെന്ന് കരുതുന്നു. അങ്ങനെ ഞാൻ സമ്പാദിച്ചവയാണെങ്കിൽ ഞാൻ എന്തിന് ഇവയെ ആർക്കെങ്കിലും പങ്കുകൊടുക്കണം? എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ത്യാഗവും എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ നേടിയ കാര്യങ്ങളെ അത് ആർക്കെങ്കിലും പങ്കുകൊടുത്തതിന് ശേഷം മാത്രം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. പക്ഷെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാം അനുഭവിക്കുന്ന അനുഭവങ്ങള്, ഭോഗങ്ങള് അതെല്ലാം തന്നെ ഏതോ ഒരു പ്രാപഞ്ചിക അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വന്നത് എന്ന് നമുക്കറിയാൻ കഴിയും.
നമുക്ക് തോന്നുകയാണ് നമ്മുടെ കഷ്ടപ്പാട് പ്രയത്നമാണ് ആ ഭോഗത്തെ അനുഭവത്തെ എൻ്റെ മുമ്പിലേക്ക് വരുത്തിയത് നമുക്ക് തോന്നുകയാണ്. പക്ഷെ എന്റെ പ്രയത്നവും കഷ്ടപ്പാടും നമ്മൾ നിഷേധിക്കുന്നില്ല. പ്രയത്നവും കഷ്ടപ്പാടും ഉണ്ട്. പക്ഷെ എന്റെ പ്രയത്നവും കഷ്ടപ്പാടും എന്റെ മുമ്പിലേക്ക് ഫലരൂപത്തിൽ വരണമെങ്കിൽ നിശ്ചയമായിട്ടും പ്രാപഞ്ചികമായ അനുഗ്രഹമുണ്ട്. പ്രാപഞ്ചികമായ അനുഗ്രഹമില്ലാതെ, പ്രാപഞ്ചികമായ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും ക്ലാസ്സിൽ പറയാറുണ്ട്, ഈ പ്രപഞ്ചത്തിൽ അനേകായിരം പ്രതിഭാസങ്ങളുണ്ട്. മഴ ഒരു പ്രതിഭാസമാണ്, വെയില് ഒരു പ്രതിഭാസമാണ്, ശുദ്ധവായു ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ജീവിതത്തെ നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങൾക്ക് പുറകിൽ ആ പ്രതിഭാസങ്ങളെ ചലിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൽ നമ്മൾ എന്ത് പറയുന്നു? ദേവതകൾ എന്ന് പറയുന്നു. അപ്പൊ ആ പ്രതിഭാസങ്ങളുടെ, ആ നിയമങ്ങളുടെ, ഇനി ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ ആ ദേവതകളുടെ അനുഗ്രഹമുണ്ടെങ്കിലേ നമുക്ക് അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയും, ഭോഗങ്ങൾ അനുഭവിക്കാൻ കഴിയും. അപ്പൊ ഈ കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിലക്ഷണമായ ഒരു ഉദാഹരണം പറയുകയാണ്. ആ ഉദാഹരണത്തെ നമ്മൾ അതേപോലെ എടുക്കരുത്, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പല ആൾക്കാർക്കും മാംസഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കാം, സസ്യഭക്ഷണത്തോട് താല്പര്യമുണ്ടായിരിക്കാം. ഒരാൾ ഫുഡ് കഴിക്കുകയാണ്, നല്ല മട്ടൻ കറി കഴിക്കാന്ന് കരുതുക. മട്ടൻ, ആടിന്റെ മാംസം. ആ മട്ടൻ കറി, ആടിന്റെ മാംസം അദ്ദേഹം കഴിക്കുന്നു. അതൊരു ഭോഗമാണ്, അനുഭവമാണ്. ആ അനുഭവത്തിന്റെ പുറകിൽ എന്തൊക്കെയുണ്ട്? ആ അനുഭവത്തിന്റെ പുറകിൽ ഇദ്ദേഹത്തിന്റെ അധ്വാനമുണ്ട്, പ്രയത്നമുണ്ട്. ആ പ്രയത്നത്തിലൂടെ നേടിയ പണം കൊടുത്ത് ആടിന്റെ ഇറച്ചി വാങ്ങിക്കുന്നു, മാംസം വാങ്ങിക്കുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്ത് കഴിക്കുന്നു. ആഹാ, ഞാൻ അധ്വാനിച്ച വേർപ്പ്, ഞാൻ എന്റെ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കുന്നു എന്ന് കരുതുന്നു. പക്ഷെ ആടിന്റെ മാംസം നമ്മുടെ മുമ്പിൽ വരണമെങ്കിൽ എന്തൊക്കെ വേണം? ആടിന് കഴിക്കാനുള്ള ഭക്ഷണം നേരത്തെ അവിടെ വേണം. ആട് എന്തൊക്കെ കഴിക്കുന്നു? ആട് ഇലകൾ കഴിക്കുന്നു. ആ ഇലകളെയും ആ ചെടികളെയും, അല്ലെങ്കിൽ ആടിന്റെ ആ ഭക്ഷണത്തെ നമ്മളാണ് ഉണ്ടാക്കിയത്. കൃത്യസമയത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ ഇലകൾ ഉണ്ടാകുന്നു. അപ്പൊ കൃത്യസമയത്ത് ആടിൻ്റെതായ ഒരു ഭക്ഷണ വ്യവസ്ഥിതി പ്രപഞ്ചം ഒരുക്കലുകൊണ്ട് ആ ആടിനത് കഴിക്കാൻ കഴിയുന്നു. അതിന്റെ ശരീരം പുഷ്ടിപ്പെടുന്നു. അപ്പൊ അതിന്റെ ശരീരം പുഷ്ടിപ്പെട്ടതിന്റെ ഫലമായിട്ട് ആ ശരീരത്തെ നമ്മൾ ആഹരിക്കുന്നു. അപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ആ മാംസം ഭോഗരൂപേണ വരണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ വലിയൊരു അനുഗ്രഹം വേണം. അനുഗ്രഹമില്ലെങ്കിൽ ഒരിക്കലും ഭോഗരൂപേണ വരില്ല. ഇത് തീർത്തും വിലക്ഷണമായ ഉദാഹരണമാണ്. ഇതിനെ ഒരിക്കലും പ്രമാണമായിട്ട് എടുക്കരുത്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഏതൊരു അനുഭവം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ പ്രാപഞ്ചികമായ അനുഗ്രഹമുണ്ട്. നമ്മൾ മനോഹരമായ കാഴ്ചകളെ കാണുന്നു. നമ്മൾ അധ്വാനിച്ച് പണം സമ്പാദിച്ച് ആ പണം മുടക്കി ടൂറിന് പോകുന്നു, വിനോദയാത്രയ്ക്ക് പോകുന്നു. മനോഹരമായ പർവ്വതങ്ങൾ, കുന്നുകൾ, പുഴകൾ, നദികൾ, മനോഹരമായ കാഴ്ചകളെ കാണുന്നു. നാം ആനന്ദിക്കുന്നു. നാം കരുതുന്നു എന്റെ അധ്വാനം കൊണ്ട്. കേൾക്കാമോ? കാണാമോ? കേൾക്കുകയും കാണുകയും ചെയ്യാം സ്വാമിജി. അപ്പൊ നാം കരുതുന്നു എന്റെ അധ്വാനം കൊണ്ട്, എന്റെ പ്രയത്നം കൊണ്ട്, എന്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ അധ്വാനിച്ച പണം ഉപയോഗിച്ച് ഞാനിതാ ആനന്ദയാത്രയ്ക്ക് പോകുന്നു, ഞാൻ സന്തോഷിക്കുന്നു. പക്ഷെ കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് ഈ ലോകത്തെ കണ്ട് ആനന്ദിക്കാൻ കഴിയുന്നത്. ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം നമുക്ക് ആര് തരുന്നു? ആ കാഴ്ച എന്നുള്ള അനുഗ്രഹം നമുക്ക് തരുന്നത് ഒരു പ്രാപഞ്ചിക അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല അനുഭവങ്ങളും, എല്ലാ അനുഭവങ്ങളും തന്നെ അത് ഈശ്വരീയമായ അനുഗ്രഹത്തിന്റെ ഫലമായി, ദേവന്മാരുടെ അനുഗ്രഹത്തിന്റെ ഫലമായി നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ഒരു വലിയ വർത്തമാനവും നടക്കില്ല അവിടെ. നമ്മൾ മിഥ്യാഭിമാനത്തിലാണ് ഈ വലിയ വർത്തമാനം പറയുന്നത്. ഞാൻ ആരുടെയും സഹായമില്ലാതെ സ്വന്തം നിലയ്ക്കാണ് പ്രയത്നിച്ചതെന്ന്. ഞാൻ പറയുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്. ഒരു വലിയ ഹോട്ടൽ മുതലാളി, എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. വലിയ ഹോട്ടൽ മുതലാളി. അദ്ദേഹം കൈ ഞൊടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ജോലിക്കാരെത്തിക്കും. ചൈനീസ്, ഭാരതീയം, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഏത് പ്രകാരത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ രുചികരമായ ഭക്ഷണം എത്തിക്കും. പക്ഷെ അദ്ദേഹം വർഷങ്ങളോളം അല്ല, കുറെ കാലങ്ങളായിട്ട് അത് മരിച്ചുപോയി. പണ്ടുള്ള സംഭവമായിരുന്നു. മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടായിരുന്നു ജീവൻ നിലനിർത്തിയത്. ഇപ്പൊ കഴിഞ്ഞൊടിച്ചാൽ തന്റെ മുമ്പിലേക്ക് എല്ലാ ഭക്ഷണവും വരാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ജീവൻ നിലനിർത്തിയത് എങ്ങനെയാണ്? ട്യൂബ് വഴിയാണ്. അപ്പൊ ആ ഭോഗത്തെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം വേണം, പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ, ദേവന്മാരുടെ അനുഗ്രഹം വേണം.
അപ്പൊ ആ ദേവന്മാരുടെ അനുഗ്രഹത്തെ വിസ്മരിച്ചുകൊണ്ട് സ്വാർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാമി തിരുപ്പാടുകൾ പറയുന്നു. ഞാൻ ഒരു ശ്ലോകം കടന്ന് മുന്നോട്ട് ചിന്തിക്കുകയാണ്. 150 ശ്ലോകത്തിൽ പറയുന്നു. നമുക്ക് പഞ്ചമഹായജ്ഞങ്ങളെ പൂർണ്ണമായി നമ്മൾ ചിന്തിച്ചിട്ടില്ല. എങ്കിൽ കൂടി ഈ വിഷയം എന്തുകൊണ്ട് 150 ശ്ലോകത്തിൽ നമുക്ക് ഗുരു എന്താണ് പറയുന്നതെന്ന്. ദൈവാത് പിതൃഭ്യശ്ച അവാപ്താദപ്രധായ മനാഗവേ തേഭ്യഃ സ്വയം ഹി യോ ഭുങ്ക്തേ സ്വയം നിത്യപ്രതാരകഃ. ഒന്നുകൂടി ആ ശ്ലോകം ശ്രദ്ധിക്കാം. 190 150 അല്ല. 8-ാം അധ്യായത്തിലെ 190 ശ്ലോകം. ദൈവാത് പിതൃഭ്യശ്ചാവാപ്താദപ്രദായ മനാഗവേ തേഭ്യഃ സ്വയം ഹി യോ ഭുങ്ക്തേ സ്വയം നിത്യപ്രതാരകഃ. ദൈവാത്ത് ഇത് പിരിച്ചെഴുതുമ്പോ ദൈവാത്ത് പിതൃഭ്യശ്ച അവാപ്താത് അപ്രദായ മനാഗവേ തേഭ്യഃ സ്വയം ഹി യോ ഭുങ്ക്തേ സ്വയം നിത്യപ്രതാരകം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഗുരു പറയുന്നു, നാം അനുഭവിക്കുന്ന അനുഭവങ്ങളെല്ലാം ലഭിച്ചത് നമുക്ക് എവിടെ നിന്നാണ്? ദൈവാത്ത് പിതൃഭ്യശ്ച അവാപ്താത്. ദേവതകളിൽ നിന്ന് പൂർവികമായിട്ടുള്ള ഈശ്വരാനുഗ്രഹത്താല്, പൂർവികമായിട്ടുള്ള കാരണവന്മാരുടെ പ്രയത്നത്താൽ, അധ്വാനത്താല് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നത്? നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ലഭിച്ചിരിക്കുന്നത്, എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനാത് അഭി തേഭ്യ അപ്രദായ, ഈ അനുഭവങ്ങളിൽ നിന്ന് അല്പം പോലും അവർക്കായി കൊടുക്കാതെ, ദേവന്മാർക്കായി, കാരണവന്മാർക്കായി, ഋഷിമാർക്കായി കൊടുക്കാതെ, അപ്രദായ എന്ന് പറഞ്ഞ കൊടുക്കാതെ, മനാക് അഭി, മനാക് മീൻസ് കുറച്ചെങ്കിലും, അല്പം പോലും കൊടുക്കാതെ, യഹ സ്വയം ഭുങ്ക്തേ, ആരാണ് സ്വയം ഇതിനെ അനുഭവിക്കുന്നത്? സായം നിത്യപ്രതാരക. ഗുരുദേവൻ നല്ല കഠിനമായിട്ട് പറയുകയാണ്, അവൻ നിത്യവഞ്ചകനാണെന്ന് പറയാം. കഠിനമായ വഞ്ചകനാണ്. വഞ്ചകൻ എന്നുള്ള ഒരു കഠിനമായ പദമാണ് ഗുരു പ്രയോഗിച്ചത്. ആരാണ് വഞ്ചകൻ? ദൈവാത് പിതൃഭ്യശ്ച അവാപ്താത്, ദേവതകളിൽ നിന്ന്, പൂർവികമായിട്ടുള്ള കാരണവന്മാരുടെ അധ്വാനത്തിൽ നിന്ന് അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള സമ്പത്ത്, അനുഗ്രഹമായി ലഭിച്ചിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങള്, ആ സൗഭാഗ്യങ്ങളെ അവർക്കായി പങ്കുകൊടുക്കാതെ സ്വയം മാത്രം അനുഭവിച്ചു കഴിക്കുന്നയാള്, അയാള് നിത്യവഞ്ചകനാണെന്ന് ഗുരു പറയുന്നു. തൈഹി ദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവസ എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. തൈഹി ദത്താൻ, അവരിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന, അവർ തന്നിരിക്കുന്ന, തൈഹി എന്ന് പറഞ്ഞാൽ അവരിലൂടെ, ദത്താൻ ലഭിച്ചിരിക്കുന്ന, അവർ തന്നിരിക്കുന്ന അനുഭവങ്ങളെ അപ്രദായേഭ്യ, അവർക്ക് കൊടുക്കാതെ ആരാണോ അനുഭവിക്കുന്നത്, സ സ്തേന ഏവസ, അവൻ കള്ളനാണ് എന്ന് ഗീതയിൽ പറയും. ആ ആശയത്താണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിത്യപ്രതാരകനാണ്, അവൻ വഞ്ചകനാണെന്ന് പറയും. അപ്പൊ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ശ്ലോകത്തിന്റെ ആശയം നോക്കൂ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു ഭ. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹപൂരിതമാക്കിയത്, ഭോഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്, ആ ഭോഗങ്ങളെ നമുക്ക് അനുഭവിക്കാൻ തക്കവണ്ണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ സക്ഷമമാക്കിയത്. ഇന്ദ്രിയങ്ങൾ സക്ഷമമായി ഇരിക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാണ്. കണ്ണ് നന്നായിട്ട് കാണുന്നു, ഏത് നിമിഷവും കാഴ്ച പോകാം. കാത് നന്നായിട്ട് കേൾക്കുന്നു, ഏത് നിമിഷവും കേൾവി നഷ്ടപ്പെടാം. ഏത് നിമിഷവും ഇന്ദ്രിയത്തിന് വൈകല്യം വരാം. അപ്പൊ ഇന്ദ്രിയങ്ങളെ സക്ഷമമായിട്ട് നിലനിർത്തിയത് ഒരു പ്രാപഞ്ചിക അനുഗ്രഹമാണ്. അപ്പൊ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് ഈ കാഴ്ചപ്പാട് ഭൂരിഭാഗം മനുഷ്യർക്കും ഇല്ല. ഭൂരിഭാഗം മനുഷ്യരും അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്, എന്റെ അധ്വാനമാണ്, എന്റെ പ്രയത്നമാണ്. നമ്മുടെ അധ്വാനം, നമ്മുടെ പ്രയത്നമുണ്ട്, നമ്മളതിന് നിഷേധിക്കുന്നില്ല. പക്ഷെ അതിന്റെ പുറകിൽ ഒരു അനുഗ്രഹമുണ്ടെന്നുള്ള ആ ഭാവം നമ്മുടെ ഉള്ളിൽ കാണും. ആ ഭാവം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രമേണ നമ്മുടെ ഉള്ളിൽ യജ്ഞഭാവം മെല്ലെ ജാഗൃതമാകും. യജ്ഞഭാവം ഉണരാൻ തുടങ്ങും. യജ്ഞഭാവം ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു ജീവിതമായി തീരുകയും. നമ്മളെല്ലാവരും ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിന്റെ ആ ഒരു ആസ്വാദ്യതയുണ്ട്, ആ ഒരു മധുരമയുണ്ട്.
ആ ആസ്വാദ്യത, ആ മധുരിമ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കാത്തത്. നമുക്ക് നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ട്. നമ്മൾ സ്വതന്ത്രമായി നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്കൂ. ഒരുതരം ടെൻഷനും ആവലാതിയും ദുഃഖവും ഒരു ഇരുളിമ നിറഞ്ഞൊരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും നമ്മുടെ ചുറ്റും ബന്ധുജനങ്ങളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഉണ്ട്. എങ്കിൽ കൂടിയും എവിടേക്കോ ഒരു അസംതൃപ്ത മനോഭാവത്തോടു കൂടിയാണ് ആബാലവൃദ്ധ ജനങ്ങളും ജീവിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാലും ആ കുഞ്ഞിനും ഒരു അസംതൃപ്ത ഭാവമാണ്. ഒരു മുതിർന്ന ആളെടുത്തു കഴിഞ്ഞാലും ആ വ്യക്തിക്കും ഒരു അസംതൃപ്ത ഭാവമാണ്. ഇങ്ങനെ ജനിച്ചുപോയി അങ്ങനെ ജീവിക്കുന്നു. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പല ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളെ നേരിട്ട് വളരെ അടുത്ത് പരിചയപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയുടെ ഭാഗമായിട്ട് സമൂഹത്തിലെ വിവിധ ആളുകളുമായിട്ട് നേരിട്ട് പരിചയപ്പെടാനും അവരുടെ ജീവിതത്തെ അടുത്തു നിന്ന് വീക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയുന്ന മാനദണ്ഡം വെച്ച് ഏറ്റവും ഉന്നതമായ ജീവിതം നയിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ പോലും, വ്യക്തികൾ പോലും 30% പോലും സന്തുഷ്ടരല്ല. 50% ആണെങ്കിലും ഓക്കെ, പക്ഷെ ഒരു 10-20% പോലും അവർ ജീവിതത്തിൽ സന്തോഷത്തെ അനുഭവിക്കുന്നില്ല. ഒരു ഇരുളിമ, എന്തോ ഒരു മടുപ്പ് എല്ലാവരുടെയും മനസ്സിനെ മതിച്ചിരിക്കുന്നു. പിന്നെ ജനിച്ചു, ഇവരുടെ കൂട്ടത്തിൽ വന്നു, അങ്ങനെ മുന്നോട്ട് പോകാം എന്ന് കരുതി പോവുകയാണ് പലരും. നമ്മൾ പുറമെ നിന്ന് കാണുന്ന ദമ്പതികൾ, ആ ദമ്പതികൾ നമ്മൾ കരുതും അവർ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ അവർ ജീവിക്കുന്നു, അവർക്കെല്ലാം അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ കരുതും. പക്ഷെ അവരുടെ അടുത്തേക്ക് പോയി അവരുടെ മനസ്സിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർ പരസ്പരം അവരും എടുത്തിരിക്കുന്നു. പിന്നെ ലോകം ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ്? ആ യജ്ഞഭാവത്തെ ജാഗൃതമാക്കി, യജ്ഞഭാവത്തെ ഉണർത്തി, യജ്ഞഭാവത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തതാണ്. അപ്പൊ യജ്ഞഭാവത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? എന്താണ് യജ്ഞം എന്ന് മനസ്സിലാക്കണം. എന്താണ് യജ്ഞം? ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് തിരിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. തിരിച്ചു കൊടുത്ത് പരസ്പരമുള്ള ഐക്യത്തിലൂടെ, സഹകരണത്തിലൂടെ ജീവിക്കുക. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത, എന്നിട്ട് ശ്രേയസ്സിലേക്ക് ഉയരും. നമുക്ക് എത്ര ശ്രേഷ്ഠമായ കാഴ്ചപ്പാടാണ് നമ്മുടെ ഋഷിമാരും ഗുരുദേവൻ നമുക്ക് പകർന്നു നൽകി. അപ്പൊ അങ്ങനെ യജ്ഞഭാവത്തോടു കൂടി ഒരു വ്യക്തി ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 189 ശ്ലോകത്തിൽ ഗുരുദേവൻ അത് എടുത്തു പറയുന്നു. നോക്കൂ, പഞ്ചയജ്ഞാന കുറുവാണോ നൂനം ദുർഗതിമാപ്നുയാത് യജ്ഞാവശിഷ്ട ഭോക്താര സ്പൃശ്യന്തേ നഹി പാപ്മപി. ഒന്നുകൂടി ചൊല്ലാം. പഞ്ചയജ്ഞാന കുറുവാണോ നൂനം ദുർഗതിമാപ്നുയാത് യജ്ഞാവശിഷ്ട ഭോക്താര സ്പൃശ്യന്തേ നഹി പാപ്മപി. ഗുരു പറയുന്നു, യജ്ഞാവശിഷ്ട ഭോക്താര, ആ വാക്ക് വിശേഷമായിട്ട് ശ്രദ്ധിക്കണം. യജ്ഞം അനുഷ്ഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആ അനുഭവങ്ങൾ, ആ അനുഭവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? പാപ്മഭി ന സ്പൃശ്യന്തേ, ഒരു പാപവും ആ വ്യക്തിയെ സ്പർശിക്കില്ല. എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖത തരുന്ന പ്രാരബ്ധ കർമ്മങ്ങളെയാണ് പാപം എന്ന് പറയുന്നത്. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്നീ 3 പ്രകാരത്തിൽ കർമ്മങ്ങളുണ്ട്. നമ്മൾ വിവിധ സന്ദർഭങ്ങളിൽ ആ കർമ്മത്തെ പഠിച്ചിട്ടുണ്ട്. ആ കർമ്മങ്ങളിൽ പ്രാരബ്ധം എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. പ്രാരബ്ധമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. സഞ്ചിതമാണ് നമ്മുടെ ഉള്ളിൽ സ്റ്റോക്കായിട്ടുള്ളത്. ആഗാമി കർമ്മമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തി നാളെ ഫലരൂപേണ വരാനിരിക്കുന്നത് ആഗാമി കർമ്മം. ആ സ്റ്റോക്കിൽ നിന്ന്, നമ്മുടെ ഉള്ളിലുള്ള സ്റ്റോക്കിൽ നിന്ന്, കാർമിക് അക്കൗണ്ടിൽ നിന്ന് നാം ഡെയിലി നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മുടെ നിത്യനിദാന കർമ്മങ്ങൾക്ക് വേണ്ടി ഡെയിലി വിഡ്രോ ചെയ്യുന്നുണ്ട്. ആ വിഡ്രോവലാണ് എന്ത്? പ്രാരബ്ധ കർമ്മം. ആ പ്രാരബ്ധ കർമ്മത്തിലെ ദുഃഖം തരുന്ന കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖമായിട്ട് നാം അനുഭവിക്കുന്ന പ്രാരബ്ധ കർമ്മത്തെയാണ് പാപം എന്ന് പറയുന്നത്. പ്രാരബ്ധം ശേഷിക്കാത്തിടത്തോളം കാലം നമ്മൾ ദുഃഖം അനുഭവിക്കുക തന്നെ ചെയ്യും. എത്ര വലിയ മതിൽക്കെട്ട് നമ്മുടെ ചുറ്റും പണിതുയർത്തിയാലും ദുഃഖമാകുന്ന പ്രാരബ്ധം ആ മതിൽക്കെട്ടിനെയും തകർത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പൊ ഗുരു പറയുന്നു, അങ്ങനെയുള്ള യാതൊരു പ്രാരബ്ധങ്ങളും ആ വ്യക്തിയെ ബാധിക്കില്ല എന്ന് പറയും. ഏത് വ്യക്തിയെ ബാധിക്കില്ല? യജ്ഞാവശിഷ്ട ഭോക്താര, ആരാണോ യജ്ഞം അനുഷ്ഠിച്ചതിന് ശേഷം തന്റെ ജീവിതം നയിക്കുന്നത്. യജ്ഞ അവശിഷ്ടം എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്ത് അതിന്റെ ശിഷ്ടമായിരിക്കുന്ന പ്രസാദത്തെ അനുഭവിക്കുന്നത്. ആ വ്യക്തി ഒരിക്കലും പാപത്തെ അനുഭവിക്കില്ല എന്ന് പറയുന്നു. അതിന്റെ മുമ്പ് എന്ന് പറയുന്നു, പഞ്ചയജ്ഞാൻ അക്കുറുവാൻ, പഞ്ചമഹായജ്ഞങ്ങളെ ആരാണോ അനുഷ്ഠിക്കാത്തത്,
അവൻ എന്ത് സംഭവിക്കുന്നു? ദുർഗതി മാപ്നിയാത്, അവൻ ദുർഗതിയെ പ്രാപിക്കുന്നു എന്ന് പറയും. ദുർഗതിയെ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല ഗുരു പറയുന്നത്, ഗുരു ഒരു വാക്ക് അവിടെ ചേർക്കുന്നുണ്ട്, നൂനം. ആ വാക്ക് നോക്കൂ, 189 ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. നൂനം ദുർഗതി മാപ്നിയാ, നിശ്ചയമായിട്ട്, നൂനം എന്ന് പറഞ്ഞ ഉറപ്പായിട്ട്, ഒരു സംശയവും ഇല്ല. പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യാത്ത ഒരു വ്യക്തി നൂനം ദുർഗതി മാപ്നിയാ, നിശ്ചയമായിട്ടും ദുർഗതിയെ പ്രാപിക്കും. ആ യജ്ഞത്തെ ചെയ്ത് യജ്ഞത്തിന്റെ അവശിഷ്ടമായിട്ടുള്ള അനുഭവങ്ങളെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാകട്ടെ ഒരു പ്രകാരത്തിലുമുള്ള പാപങ്ങളെ സ്പർശിക്കുന്നില്ല. ഇനിയോ ആ യജ്ഞം എന്തുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നും ഗുരു പറഞ്ഞു. നമ്മുടെ എല്ലാ അനുഭവങ്ങളും പൂർവികമായി നമുക്ക് വന്നു ചേർന്നിരിക്കുന്നവയാണ്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചവയാണ്. അതുകൊണ്ട് ഈശ്വരനും ദേവന്മാർക്കും പൂർവികർക്കും ആ പങ്ക് നമ്മൾ കൊടുക്കാതെ സ്വയം അതിനെ അനുഭവിക്കുകയാണെങ്കിൽ അവൻ നിത്യപ്രധാരകനാണ്, നിത്യവഞ്ചകനാണെന്ന് പറയുന്നു ഗുരുദേവൻ. ഇങ്ങനെയൊക്കെ യജ്ഞ സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെ ഗുരുദേവൻ വിവിധ കോണുകളിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യജ്ഞത്തെ അനുഷ്ഠിക്കണം. അപ്പൊ നമുക്കറിയാം, നമ്മെ ഒരു വ്യക്തി സഹായിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കഷ്ടപ്പാടുള്ള സമയത്ത് ഒരു വ്യക്തി നമ്മെ സാമ്പത്തികമായി സഹായിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നല്ലൊരു വ്യക്തിയാണ്, എന്ത് ചെയ്യും? തിരിച്ചൊരു കാലത്ത് അവനെ സഹായിക്കും. അത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. തിരിച്ച് അവനെ സഹായിക്കാൻ എൻ്റെ മുമ്പിൽ അവനുണ്ട്, ഒരു മൂർത്തഭാവത്തിലുണ്ട്. അവൻ എങ്ങനെയാണ് സഹായിക്കേണ്ടത് നമുക്കറിയാം. എൻ്റെ കഷ്ടപ്പാട് വന്നപ്പോൾ അവൻ എനിക്ക് 1 ലക്ഷം രൂപ വായ്പയായിട്ട് തന്നു. വായ്പയായിട്ട് എനിക്ക് തന്നു എന്ന് കരുതും 1 ലക്ഷം രൂപ. പിന്നീട് അവനൊരു കഷ്ടപ്പാട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 5 ലക്ഷം അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. അപ്പൊ അവനുണ്ട്, അവന് ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എനിക്കറിയാം, അത് ഞാൻ അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ദേവന്മാരുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യും? ദേവന്മാരുടെ അനുഗ്രഹ ഫലമായിട്ടാണ് എൻ്റെ ജീവിതം എന്ന് ഋഷിമാർ പറയുന്നു, ഗുരുദേവൻ ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് ദേവന്മാർക്ക് നമ്മൾ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം എന്ന് പറയും. എങ്ങനെയാണ് ദേവന്മാർ കൊടുക്കാൻ സാധിക്കുക? എൻ്റെ മുമ്പിൽ ഒരു ദേവനെ കാണുന്നില്ല, ആ ദേവനിൽ നിന്ന് എന്ത് അനുഗ്രഹമാണ് എനിക്ക് ലഭിച്ചതെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നു, ദേവനിൽ നിന്ന് എനിക്ക് അനുഗ്രഹം ലഭിച്ചു, ശരിയാണ്, ദൈവികമായ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ ജീവിതം സമ്പന്നമായത്, ശ്രേഷ്ഠമായത്. പക്ഷെ ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കും? എൻ്റെ മുമ്പിൽ ആരും കാണുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെയാണ് എൻ്റെ യജ്ഞധർമ്മത്തെ നിർവഹിക്കാൻ സാധിക്കുക? അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് എല്ലാ ഗൃഹസ്ഥന്മാരും എല്ലാ ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ അനുഷ്ഠിക്കണമെന്ന് ഗുരു പറയുന്നത്. നിർബന്ധമായിട്ട് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഗുരു എന്തു പറഞ്ഞു? പഞ്ചമഹായജ്ഞാൻ അകുറുവാൻ നൂനം ദുർഗതി മാപ്നിയാത്. പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും ദുർഗതിയെ പ്രാപിക്കുമെന്ന് ഗുരു പറയുന്നു. അതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് നമ്മോട് നിശ്ചയമായിട്ടും ചെയ്യാൻ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെല്ലാവരും ഗുരുഭക്തരാണ്, ഗുരുവിനെ നമ്മുടെ പരമ ദൈവമായിട്ട് നമ്മൾ കണക്കാക്കുന്നു, ഗുരുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നാം കൂടുതൽ സമയം വിനിയോഗിക്കുന്നു. നമ്മുടെ ഒരു ദിവസം ആരംഭിച്ച് അവസാനിക്കുന്നത് വരെ പൂർണ്ണമായിട്ട് നമ്മൾ പല സന്ദർഭങ്ങളായി ഗുരുവിന്റെ കാര്യത്തിൽ വ്യാപൃതരാകുന്നു, സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകുന്നു. ഗുരു കേന്ദ്രീകരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗുരുദേവൻ നിർബന്ധമായിട്ടും ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ പല പ്രയാസമുണ്ട്. ഗുരുദേവൻ നിർബന്ധമായിട്ടും ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ് പഞ്ചമഹായജ്ഞങ്ങൾ. പക്ഷെ എത്ര കുടുംബങ്ങൾ, എത്ര വ്യക്തികൾ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട്? വളരെ കുറച്ചു പേരല്ലേ. എന്തുകൊണ്ടാണ് അവർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാത്തത്? ഒന്ന്, അതിന്റെ അറിവില്ല. അങ്ങനെയൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയില്ല മുഖ്യമായിട്ടും. ഇനി അതിനെ അറിഞ്ഞു കഴിഞ്ഞാലും ഇത് എങ്ങനെ അനുഷ്ഠിക്കാം, അതിന്റെ വിധി എന്താണെന്ന് അറിയില്ല. ഇത് സങ്കീർണമായ എന്തോ ആണെന്ന് കരുതി അതിനെ തള്ളിക്കളയും. അപ്പൊ പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അനുഷ്ഠിക്കാവുന്ന കാര്യമാണ്. ഒരു പ്രയാസവും അതിനില്ല. ആ പഞ്ചമഹായജ്ഞങ്ങൾ ക്രമമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ശ്ലോകത്തിൽ, ഈ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകത്തിൽ എന്താണ് 5 യജ്ഞങ്ങൾ എന്ന് ഗുരു പറയുന്നു. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം അഥവാ ഭൂതയജ്ഞം, അവസാനം അതിഥിയജ്ഞം അഥവാ മനുഷ്യയജ്ഞം. ഇങ്ങനെയാണ് 5 പ്രകാരത്തിലുള്ള യജ്ഞങ്ങൾ. ഈ 5 പ്രകാരത്തിലുള്ള യജ്ഞങ്ങളിൽ ആദ്യത്തെ യജ്ഞമാണ് ബ്രഹ്മയജ്ഞം. ബ്രഹ്മയജ്ഞത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖമായിട്ട് ചർച്ച ചെയ്തു. 3 കാര്യങ്ങളെ ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത്: ജപം, പാഠം, പാഠനം. ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം അത് ദേവയജ്ഞത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യാം.
മുഖ്യമായിട്ട് പാഠം പാടണം. ഈ രണ്ട് കാര്യങ്ങളാണ്. പഠിക്കുക, ആ പഠിച്ച കാര്യങ്ങളെ സമൂഹത്തിലേക്ക് പങ്കുവെക്കുക. കാരണം യജ്ഞം എന്താണ്? യജ്ഞത്തിന്റെ നിർവചനം തന്നെ പരസ്പരം ഭാവയന്തയാണ്. നാം എന്ത് സ്വീകരിച്ചുവോ അതിനെ പങ്കുവെച്ചേ പറ്റും. നമ്മളെല്ലാവരും പ്രൊഫഷണൽ ലിസണർ ആവരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആജീവനാന്ത നമ്മൾ സ്മൈലിന്റെ 5000-ാമത്തെ ക്ലാസ്സിലും നമ്മൾ കേൾവിക്കാരാണ് എന്നാവരുത്. കേൾവിക്കാരാകണം, പക്ഷേ ആ കേൾവിയോടൊപ്പം തന്നെ കേൾവിക്കാരാകുന്നതിന് കൂടെ തന്നെ ആ അറിവിനെ സമൂഹത്തിൽ പങ്കുവെക്കാനുള്ള കർത്തവ്യ ബോധം നമുക്കുണ്ടാകണം. അപ്പോഴേ അത് യജ്ഞമായിട്ട് മാറുന്നുള്ളൂ. അല്ലെങ്കിൽ യജ്ഞമായിട്ട് മാറില്ല. തൈർദത്താൻ അപ്രദായേഭ്യം. ഗുരു ഇവിടെയും പറഞ്ഞിരിക്കുന്നു, ഏഭ്യ അപ്രദായം, തിരിച്ചു കൊടുക്കാതെ സ്വയം അനുഭവിക്കുന്നത് യജ്ഞമല്ല എന്ന് ഗുരു പറഞ്ഞു. അത് വഞ്ചനയാണെന്ന് പറയുന്നു. അറിവിനെ ഗുരുകൃപ കൊണ്ട് നമുക്ക് അറിവിനെ ലഭിച്ചു, അറിവിനെ കേട്ടു. ആ അറിവിനെ ഈ ലോകവുമായിട്ട് നമ്മൾ പങ്കുവെച്ചേ പറ്റും, നിർബന്ധമായിട്ട്. അപ്പൊ നമ്മൾ കരുതും, അയ്യോ ഞങ്ങൾ എങ്ങനെ ഇതിനൊക്കെ പറയും, ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടല്ലോ, കുറച്ച് ധർമ്മപ്രചാരകർ വേറെ ഉണ്ടല്ലോ, ഞങ്ങൾ പാവം വീട്ടമ്മമാര്, ഞങ്ങൾക്ക് ഈ അറിവിനെ അതിന്റെ ശാസ്ത്രീയമായ ഭാഷയിലോ അല്ലെങ്കിൽ ഗുരുവിന്റെ ദർശനത്തെ ആഴത്തിൽ ചിന്തിച്ച് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയിൽ അറിയില്ല. അതൊരു ഒഴിവുകഴിവ് മാത്രമാണ്. കാരണം നാം ഈ അറിവിനെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഈ അറിവിനെ നമ്മൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുത്തേ പറ്റും. ഗുരു എന്താണ് പറഞ്ഞത്? കഷ്ടം ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിട്ടിപ്പോൾ എന്ന് പറഞ്ഞു. ആ നദി എന്താണ്? സ്വാമി തിരുപ്പാദങ്ങൾ ഏതൊരു അനുഭവത്തെയാണോ അനുഭവിച്ചത്, ഏതൊരു ആനന്ദാനുഭവത്തെയാണോ, ഏതൊരു ആത്മാനുഭവത്തെയാണോ ഗുരുദേവൻ അനുഭവിച്ചത്, ആ അനുഭവത്തെ ലോകർക്കെല്ലാം പങ്കിട്ട് കൊടുക്കണം, ആ അനുഭവത്തെ ലോകർക്കെല്ലാം അറിയിച്ചു കൊടുക്കണമെന്ന് ഗുരുവിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഞാനിത് സ്വാനന്ദ മധു മാധുരി, ഞാനിത് ആത്മാനന്ദയിൽ മുഴുകിയിരിക്കുന്നു, ഇനി എനിക്ക് ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ലോകം വേറെ ദിശയിലേക്ക് പോകുന്നു, ഞാൻ എൻ്റെ ആത്മാനുഭവത്തിൽ ആജീവനാന്തം മുങ്ങി കഴിയാം എന്ന് ചിന്തിച്ചിട്ടില്ലല്ലോ. മറിച്ച് താൻ അനുഭവിച്ച ആ സ്വാനന്ദ മധു മാധുരി, ആ നദിയിൽ താൻ മുങ്ങിയ, അറിവാകുന്ന നദിയിൽ മുങ്ങിയ ആ അനുഭവത്തെ കഷ്ടം ദീനം പിടിച്ചോ മതിരേത് പിടിച്ചോ കുടയ്ക്കുന്ന ജനങ്ങൾക്കാണ് ഗുരുദേവൻ പങ്കുവെക്കാൻ ആഗ്രഹിച്ചത്. ആത്മജ്ഞാനമാകുന്ന അറിവിന് എങ്ങനെയാണ് പാവപ്പെട്ട കഷ്ടം ദീനം പിടിച്ചു ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക? അവർക്ക് അനുഭവം കിട്ടുമോ? അപ്പോ ആത്മജ്ഞാനത്തിന് അധികാരികളായിട്ടുള്ള ആൾക്കാർ വലിയ വിദ്വാൻമാരല്ലേ? വലിയ വിദ്വാൻമാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് ഗുരു കരുതിയിട്ടില്ലല്ലോ. ഗുരു എല്ലാ സാധാരണക്കാരായ ജനങ്ങൾക്കാണ് ഈ അദ്വൈതം എന്ന മഹത്തായ ഏകത്വ ദർശനത്തെ ഉപദേശിച്ചു കൊടുത്തത്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതമാക്കി ഇതിനെ മാറ്റി. അതുകൊണ്ട് ഗുരുവിന്റെ കാര്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ ധർമ്മമാണ്, യജ്ഞമാണ്. അതിനെന്ത് ചെയ്യണം? പാഠനം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വിഷയം ചിന്തിച്ചു. ആദ്യം നമ്മൾ അധ്യയനം ചെയ്യണം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇപ്പൊ സ്വാമി തൃപ്പാദങ്ങൾ 1063 ചില്വാനം കൃതികൾ എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ കൃതികളിൽ സ്തോത്ര കൃതികളുണ്ട്, ജീവിത ദർശനത്തെ സാമൂഹ്യ ദർശനത്തെ പറയുന്ന കൃതികളുണ്ട്, ഫിലോസഫിയിലായിട്ടുള്ള കൃതികളുണ്ട്. എല്ലാ കൃതിയിലും എല്ലാ അംശങ്ങളും ഉണ്ട്. പക്ഷേ എങ്കിലും മുഖ്യമായിട്ട് ഏത് അംശമാണുള്ളത് അതിന് നമ്മൾ ആ തരത്തിൽ വർഗീകരിക്കുന്നു. എന്നിട്ട് സ്തോത്ര കൃതികളൊക്കെ നമ്മൾ നിരന്തരം ചൊല്ലുന്നു, അത് പഠിക്കുന്നു, അക്ഷരത്തെറ്റ് കൂടാതെ പഠിക്കുന്നു. ആദ്യം ചെറിയ ചെറിയ കൃതികളെ പഠിക്കണം. ഒറ്റ ശ്ലോകം മാത്രമുള്ള ധർമ്മം, അതേപോലെ ശ്രീകൃഷ്ണ ദർശനം, അങ്ങനെ ചെറിയ ചെറിയ കൃതികൾ നമ്മൾ പഠിക്കുന്നു. സ്തോത്ര കൃതികൾ ആദ്യം പഠിക്കുന്നു, എന്നിട്ട് അവ നിത്യവും പാരായണം ചെയ്യുന്നു. അപ്പൊ ഈ സ്തോത്ര കൃതികളെ പഠിക്കുമ്പോഴും ആ സ്തോത്ര കൃതികളെ നമ്മൾ പാരായണം ചെല്ലുമ്പോഴും ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. കാരണം ദേവത ഈശ്വരൻ എന്ന് പറയുന്നത് സ്തവനപ്രിയനാണ്, സ്തുതിപ്രിയനാണ്. നമുക്ക് എല്ലാ കീർത്തനങ്ങളും എന്താണ്? ഭഗവാനെ സ്തുതിക്കുന്നവയാണ്. എല്ലാം ഭഗവാനെ സ്തുതിക്കും. ജ്ഞാനച്ചെന്തി എഴുപ്പി തെളുതല വിരസം ചെല്ലിവല്ലി കൊടിക്കുൾ മൗനപ്പൂന്തിങ്കൾ ഉള്ളൂട് ഉരുകും അമൃതൊഴുക്കുണ്ട് ഇരുന്ന് ഉള്ളലിഞ്ഞും ഞാനും നീയും ഞെരുക്കെ കലരുവതിനരുൾ തന്മയാം നിന്നടിത്താർ തേനുൾ തൂകുന്ന മുത്തുക്കുടം അടയിനടക്കിയിടും അച്ചിൽ കൊള്ളുന്നു. നമുക്ക് ഭഗവാന്റെ പാദങ്ങൾ എത്ര മനോഹരമായിട്ട് വർണ്ണിക്കുന്നു, ഭഗവാന്റെ കണ്ണുകളെ മറ്റേ വർണ്ണിക്കുന്നു, ഭഗവാൻ അതിനെ വർണ്ണിക്കുന്നു, ഇതിനെ വർണ്ണിക്കുന്നു, മൊത്തം വർണ്ണനയാണ്. അപ്പൊ ഇങ്ങനെ ഭഗവാനെ വർണ്ണിക്കുന്ന ഗുരുവിന്റെ സ്തോത്ര കൃതികൾ നമ്മൾ പഠിക്കുന്ന വേളയിൽ ഒരു അനുഗ്രഹം നമ്മൾ പോലും അറിയാതെ നമുക്ക് വന്നു ചേരും. അത് വന്നു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഗ്മുക്തം വരും, വാക് സിദ്ധി വരും, എല്ലാം വരും. ഇതെല്ലാം അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് വരുന്നതാണ്.
അങ്ങനെ ആ സ്തോത്രഗതികൾ തെറ്റുകൂടാതെ ഉച്ചരിച്ച് ശരിയാവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ അർത്ഥചിന്തനത്തെ ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഏതൊരു ആചാര്യനും ആ ആചാര്യൻ്റെതായ മൗലികമായ ഒരു വീക്ഷണം ഉണ്ടായിരിക്കും. ഇപ്പൊ ശങ്കരാചാര്യ സ്വാമികളും അദ്വൈതത്തെ പറഞ്ഞിട്ടുണ്ട്, സ്വാമി തിരുപ്പാദങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശങ്കരാചാര്യ സ്വാമികളുടേതായ ഒരു വീക്ഷണമുണ്ട്. ആ വീക്ഷണത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആചാര്യസ്വാമികളുടെ ഏതൊരു കൃതിയും നമുക്ക് പഠിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കും. രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് ഒരേ ദർശനമാണ്, അദ്വൈതമാണ് എന്നതുകൊണ്ട് രണ്ടുപേരുടെയും വീക്ഷണം ഒന്നാണെന്ന് പറയാൻ സാധിക്കില്ല. ഗുരുവിൻ്റെതായ ഒരു മൗലിക വീക്ഷണമുണ്ട്. ആ മൗലിക വീക്ഷണത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുവിന്റെ ഏത് കൃതികളിലെയും ആശയത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇപ്പൊ ഗുരുവിന്റെ മൗലിക വീക്ഷണത്തെ ഗുരുവിന്റെ ജീവിത കഥകളും ജീവചരിത്രങ്ങളും ഗുരുവിന്റെ ശിഷ്യന്മാർ ഗുരുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ അനുസന്ധാനം ചെയ്ത് ആ മൗലിക വീക്ഷണത്തെ നേടിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് ആ വീക്ഷണത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഗുരുകൃതികളെ സ്വയം മനസ്സിലാക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടത്. ഗുരുവിന്റെ മൗലിക വീക്ഷണം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഗുരുവിന്റെ കൃതികൾ നമ്മൾ വ്യാഖ്യാനിച്ച് എന്താണ് ഗുരുദർശനം അതിന് നേരെ വിപരീതമായിട്ട് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് ഇന്ന് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയെ പല സ്ഥലത്തും കാണാൻ സാധിക്കും. ആ ഗുരുവിന്റെ ദർശനത്തിൽ ഗുരു ഉദ്ദേശിക്കാത്ത അർത്ഥം, ഗുരുദർശനവുമായി ചേരാത്ത ആശയത്തെ ഗുരുവിന്റെ കൃതികളെ വ്യാഖ്യാനിച്ച് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഗുരുവിന്റെ മൗലികമായ വീക്ഷണം നമുക്ക് കിട്ടിയേ പറ്റും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞു. ഗുരു ഒരു സ്ഥലത്ത് പറയുന്നു ഒരു മതം എന്ന് പറയുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഒരു മതം എന്നുള്ള ആ യൂണിവേഴ്സൽ റിലീജിയനെ ഗുരുതരം അംഗീകരിക്കുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് ആ വാദത്തെ ഗുരു തന്നെ ഖണ്ഡിക്കുന്നുണ്ട്. ഒരു മതം ആകുവതിനുരപ്പതെല്ലാവരും എന്ന് പറയും. ഒരു സ്ഥലത്ത് ഒരു ജാതി, ഒരു മതം എന്ന് പറയുന്നു, മറ്റൊരു സ്ഥലത്ത് ഒരു മതവാദികളൊക്കെ അവർ പണ്ഡിതന്മാരില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിനെ സമന്വയിക്കാൻ സാധിക്കും? അപ്പൊ അവിടെ നമ്മൾ എന്താണ് ഗുരുവിന്റെ മതം, എന്താണ് ഗുരുവിന്റെ മതസങ്കല്പം, ഏത് മതസങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഏത് മതസങ്കല്പത്തിന്റെ ആധാരത്തിലാണ് ഗുരുദേവൻ ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും എന്ന് ഏകമതവാദികളെ നിഷേധിച്ചത്? അങ്ങനെ അതിനെ വേർതിരിച്ച് പഠിക്കാൻ നമുക്ക് സാധിക്കും ഗുരുവിന്റെ മൗലികമായ വീക്ഷണത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെ ആ മൗലികമായ വീക്ഷണത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ശ്ലോകങ്ങളുടെയും ആശയത്തെ നമുക്ക് സമൂഹവുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിക്കും. അപ്പൊ അതിന് ചെറിയൊരു അഭ്യാസം, ഒരു പ്രാക്ടീസ് നമുക്ക് കാണാം. ആ പ്രാക്ടീസ് കേവലം കുറച്ചു കാലം മാത്രം മതി, പിന്നെ നമുക്ക് സാധിക്കും. അപ്പൊ നാം കേട്ട കാര്യങ്ങളെ, നാം കേട്ട നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്രദമായിരിക്കുന്ന ഗുരുവിന്റെ അറിവുകളെ, ദർശനത്തെ അത് സമൂഹത്തോട് പങ്കുവെക്കുക എന്നുള്ള ആ യജ്ഞ സംസ്കാരത്തെയും ആ യജ്ഞഭാവത്തെയും നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. സമൂഹത്തോട് പങ്കുവെച്ചില്ലെങ്കിൽ നാം നിത്യപ്രതാരകന്മാരാണ്, വഞ്ചകന്മാരാണ്. അപ്പൊ നിശ്ചയമായിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ഈ അറിവിനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ സമൂഹത്തിന് പങ്കുവെക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാക്കണം. നമ്മൾ ഏതൊരു കൃതിയെ പഠിക്കുമ്പോഴും ആ കൃതി ഞാൻ മറ്റൊരാൾക്ക് കൂടി പറഞ്ഞു കൊടുക്കും എന്ന ഭാവത്തിൽ ആ കൃതിയെ പഠിക്കണം. ഞാനത് വേറൊരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കും എന്ന ഭാവത്തിൽ കൃതിയെ പഠിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കും. അതിനുള്ള കാര്യ പദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുമുണ്ട്. അത് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ എന്താണ് ബ്രഹ്മയജ്ഞം? ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധ്യായമാണ്, പ്രവചനമാണ്. അറിവിനെ പഠിക്കുക, അതിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് പ്രധാനമായൊരു യജ്ഞമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദേവന്മാർക്ക് എങ്ങനെ കൊടുക്കും, ദേവന്മാരുടെ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി സമ്മതിച്ചു. പക്ഷെ ഞാൻ എങ്ങനെ എന്റെ പങ്കിന് അവർക്ക് കൊടുക്കും? ദേവന്മാർക്ക് അവരെ കാണുന്നില്ലല്ലോ, എങ്ങനെ കൊടുക്കും? അവിടെ ഗുരു പറയുന്നു ദേവയജ്ഞം.